നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ നമ്മളെ വൈഫ് തന്നെ ആയിക്കോട്ടെ അവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മളായിരിക്കും നമ്മുടെ വീട് നോക്കുന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമ്മുടെ ചെലവിലായിരിക്കും അവിടെ ഇതെല്ലാം വാങ്ങിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നായിരിക്കും വെളിച്ചെണ്ണ തീർന്നുണ്ടാവുക. അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാനുള്ള അരിപ്പൊടി ഇന്നായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവരെന്താ പറയാറ്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചോദിക്കും ഇന്ന് എന്താ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്ന് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലേ, ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ല, എന്ത് ചെയ്യാനാ, വെളിച്ചെണ്ണ ഇല്ല, പൊടിയില്ല, കൂട്ടാൻ വെക്കാനൊന്നുമില്ല, വെച്ചാൽ ഉപ്പേരിക്ക് ഒന്നുമില്ല. ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുക ഇന്നായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്നു, പക്ഷേ നാളെ നമുക്ക് കൊണ്ടുവരാവുന്നുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളുടെ വിചാരം ഇവിടെ എത്രയോ ദിവസമായിട്ട് ഇതൊന്നുമില്ല, ഇതൊന്നും കൊണ്ടുവരുന്നില്ല, ഇവൻ കുടുംബം നോക്കുന്നില്ല, ഈ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. ഇനി ഇതന്നെയാണ് അവർ ഉദ്ദേശം എന്നറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, അത് കേൾക്കുന്ന നമ്മുടെ സങ്കടം ആലോചിക്കും. എന്നിട്ട് ചിലപ്പോൾ ആരെങ്കിലേക്ക് അത് കേട്ടിട്ട് നമ്മോട് ചോദിക്കും ഈ വീട്ടിൽ ഒന്നും കൊണ്ടുപോകില്ലേ. നമ്മുടെ കുടുംബക്കാർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അവർ പറയുന്നത് അവിടെ എന്നും പട്ടിണിയാണ് അല്ലെങ്കിൽ എന്നും ദാരിദ്ര്യമാണ്, ആ ചെക്കനൊന്നും കൊണ്ടുപോകില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ മറന്നുണ്ടാവും. നമുക്കൊരു എൻജോയ്മെന്റോ നമുക്ക് നമ്മളതായിട്ടുള്ള ആവശ്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബം നോക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓരോ മാസവും EMI അടക്കാനായിട്ടും റെന്റ് കൊടുക്കാനായിട്ടും KSB ബില്ല് അടക്കാനായിട്ട് നമ്മൾ ഓടുമായിരിക്കും. ഇവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഇല്ലാണ്ടായി വെക്കണം. ആ ഒരു മനുഷ്യൻ ഓടിയതുകൊണ്ടാണ് ആ വീട് ഇന്നും പട്ടിണി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. മനുഷ്യനാണല്ലോ എന്ത് സംഭവിക്കും, ആ ഹൃദയം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പലരുടെയും വീട്ടിൽ സംഭവിക്കുന്ന കാര്യം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് ഈ ഒരു ദാരിദ്ര്യം വിളിച്ച് പറഞ്ഞിട്ടോ ആരും നമുക്ക് ഒന്നും തരാനില്ല. നമ്മുടെ കഷ്ടപ്പാട് ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ല. മാത്രമല്ല എന്തിനാണ് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് മറ്റവർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്നത്? അവരാരും നമുക്ക് ചെലവിനില്ല. നിങ്ങൾ അതിന് പകരം ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, അത് പറഞ്ഞാൽ മതി. അതിന്റെ അപ്പുറത്ത് നമ്മൾ ദാരിദ്ര്യം പറയേണ്ട ആവശ്യമില്ല. അവിടെ ആ ഓപ്പോസിറ്റ് കേൾക്കുന്ന ഒരു വ്യക്തിയും നമ്മളെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവരുടെ ദാരിദ്ര്യം പറയില്ല, അവരെ മക്കളെ കുറിച്ച് കുറ്റം പറയുന്നില്ല. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ താഴ്ത്തി പറയാതിരിക്കുക.